ഇതിൽ പോണവരെല്ലാം ഇറങ്ങി പോകുന്നത് നന്നായിരിക്കും. 10 മണിക്ക് നീ 10 മണിയാണ് ആര് പറഞ്ഞു? ഇവൻ പറഞ്ഞു. ഞാൻ നിന്റെ ഫ്രണ്ട്സ്, ഞങ്ങൾ സുഹൃത്തുക്കളായി മാസങ്ങൾക്ക് ശേഷം ട്രിപ്പ് പോവുകയാണ്. ഞങ്ങൾ കാരണം ഇത് ഒരു കൊറോണക്ക് മുമ്പ് അതെ, അതിനുശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. പൂപ്പാറ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണ്. നല്ലൊരു ടെന്റ് ക്യാമ്പിങ്ങിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. നമുക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട്. നിയാസ് എന്ന് പറയുന്ന ഒരുത്തനെ കട്ട വെയിറ്റിംഗ് ഞാൻ നിൽക്കുവാണ്. അവരെ കാത്തിക്കാണ് ഇപ്പോൾ വരും. അപ്പൊ നമുക്ക് കാണാം. ആ നിയാസ് വരുന്നുണ്ട്. എന്നും വളരെ നേരത്തെ വന്നോ കേട്ടോ. എന്തൊരു നേരാണ് അപ്പൊ ഇത്ര നേരമായിട്ട് വന്നത്. എന്ത് നിയാസ് ഇത് 9 മണി പറഞ്ഞിട്ട് 10 മണിക്ക് നീ 10 മണിയാണ് ആര് പറഞ്ഞു? ഞാൻ ഇന്നലെ തടഞ്ഞു നിർത്തിട്ട് എന്താ പറയുക? അടുത്ത് നീ 9:30 മണി പറഞ്ഞു. അപ്പൊ വിളിച്ച് 10 മണി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് നിയാസിനെ ഒന്ന് ചാടിച്ച് ചൂടാക്കി ഞങ്ങളെല്ലാരും അങ്ങനെ ചിരിച്ചും കളിച്ചും ഞങ്ങൾ പോയി. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ 5 പേരല്ല കേട്ടോ, ഞങ്ങളൊരു 10, 11, 12 പേര് സുഹൃത്തുക്കളുണ്ട്. സ്ഥിരമായിട്ടൊരു 8, 9 പേര് എന്നും ടൂർ ഉണ്ടാവുന്നതാണ്. പക്ഷേ അവർക്ക് പല തിരക്കും പല പ്രശ്നങ്ങൾ കൊണ്ട് വന്നില്ല. പിന്നെ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ വഴിക്ക് എന്തൊരു കൺഫ്യൂഷൻ തോന്നി ഒരു ചമ്പലും കൂടാതെ തദ്ദേശവാസികളോട് മറ്റൊരു ചോദിച്ചു പോകണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സമയവും പോകും, നമ്മുടെ വണ്ടി കുറേ ഓടുകയും ചെയ്യും. അതൊക്കെ കാര്യം പറഞ്ഞാണ്. പിന്നെ ഉച്ചക്ക് ഊണ് കഴിച്ചു. ഹോട്ടലിൽ ഭയങ്കര തിരക്ക്, മൂന്നാറിലൊക്കെ തിരക്കുള്ളതുകൊണ്ടായിരിക്കും ഹോട്ടലിലൊക്കെ ഭയങ്കര തിരക്ക്. അപ്പോൾ ഞങ്ങൾ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അവിടെ നിന്ന് കഴിച്ചു. ഒരു 4 മണി കഴിഞ്ഞു. ഞങ്ങളൊന്ന് റിലാക്സ് ആവാൻ ഇറങ്ങിയതാണ്. അവിടെ ഒരു പഴയ കെട്ടിടമുണ്ട്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി എല്ലാവരും ഫോട്ടോ എടുത്തു. ക്യാമറ മക്സൂദിനായാലും അവൻ കുറച്ച് സ്നാപ്സിൻ്റെ എടുത്തു. വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിച്ച് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി ബൈസൺ വാലി ഗ്രാമപഞ്ചായത്തിന് ഇതൊരു ബോർഡ് കണ്ടു. അവിടെ നല്ല അടിയിൽ ഒരു പാലവും അതിനൊരു നല്ല പാറയും വെള്ളമൊക്കെ ആയിട്ട് ഒരു പുഴ. അന്ന് അവിടെ ഇറങ്ങിക്കളയാം. പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നേരെ വണ്ടിയിട്ട് നേരെ കൊടൈക്കനാൽ അങ്ങനെ അടിച്ചു പിടിച്ച് പോണ പരിപാടിയായിരുന്നു. ആകെ ടയർഡാവും. ഇതിപ്പോൾ അങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ റിലാക്സ് ആവും. പുതിയ കാഴ്ചകൾ കാണാൻ പറ്റും. ചെറുതെന്ന് പറഞ്ഞ് നിസ്സാര എല്ലാം വലിയ വലിയ കാഴ്ചകളാണ്. എവിടെ ഇറങ്ങി ഒരുപാട് ഭംഗികൾ ആസ്വദിക്കാം. വണ്ടി ഒതുക്കുന്ന തിരക്കിലാണ്. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ബൈസൺ വാലി ഗ്രാമപഞ്ചായത്തിൽ എത്തിയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. കൊള്ളാം, നല്ല ബ്യൂട്ടിഫുൾ ഏരിയ നമുക്ക് കാണാം. സ്ഥലമൊക്കെ കണ്ടു. പിന്നെയും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലായി അമ്മാരതേ. മക്കളൊക്കെ പോസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുക്കുകയാണ്. കിടക്കൻ അല്ലേ, വെള്ളത്തിലൊക്കെ ഇറങ്ങണ നീ. ശരിക്കും പറഞ്ഞാൽ ഇറങ്ങണം എന്ന് ആർക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഇത്ര വൈകിട്ടായതുകൊണ്ടും പിന്നെ ഇത് തോർത്തും ഇതൊക്കെ എടുത്ത് ഇറങ്ങണമല്ലോ. വെള്ളത്തിലൊക്കെ ഇറങ്ങാനുള്ള മടി കൊണ്ട് ഇറങ്ങിയില്ല. എല്ലാവരും പുറത്തുനിന്ന് കാഴ്ചകൾ കണ്ടു മടങ്ങി എന്നുള്ളതാണ് സത്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ വെറുതെ അത് കണ്ട് അങ്ങനെ വണ്ടി ഇടിച്ച് പോകണമെങ്കിൽ നമ്മൾ ഈ മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ പല സംഭവങ്ങളും പല യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ പതുക്കെ വണ്ടി ഒതുക്കി എന്തെങ്കിലും ചെറിയ കാഴ്ച അവിടെ കണ്ട് ഇറങ്ങി സംസാരിച്ച് പോകുമ്പോൾ ലോങ് ഡ്രൈവാണ് ഇപ്പോൾ നമ്മൾ ഒരിക്കലും ഫാമിലി ആയിട്ടോ സുഹൃത്തിലോ ഒരിക്കലും നമ്മൾ ടയേർഡാവില്ല. കാഴ്ചകൾ പുതിയത് കാണുന്നത് കണ്ടുകൊണ്ട് പോകണം. പിന്നെ സുഹൃത്തുക്കൾ എനിക്ക് നിർദ്ദേശം തരുന്നുണ്ട്. പലരും യൂട്യൂബിലെ വലിയ ട്രാവലേഴ്സ് വ്ളോഗേഴ്സിൻ്റെയൊക്കെ ആരാധകരായതുകൊണ്ട് നമുക്ക് എങ്ങനെ എടുക്കണം അങ്ങനെ എടുക്കണം എന്ന് നിർദ്ദേശം തരുന്നുണ്ട്. ഞാനത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ കിളിന്ത് കൂടുതൽ നോക്കിയെന്നെങ്കിലും പിന്നെ ഒന്ന് അതിലേക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ അടുത്ത് പോയി കാണാമെന്നുള്ള ചാടി ഇറങ്ങി. പറഞ്ഞാൽ ആദ്യം വെള്ളം കണ്ട ചാടുന്നതാണ് നിയാസ് എനിക്കവിടെ നോക്കി നിന്ന് വിഷമിക്കും. അതിലെ പോകണം എന്നൊക്കെ നിർദ്ദേശം പറയുന്നുണ്ട്. ചാടി ഇറങ്ങുന്ന ആളാണ് ഞാൻ ആദ്യം വെള്ളത്തിലേക്ക്. സമയപരിമിതിയോടെ ആയിരിക്കും, വേണ്ടാന്ന് വെച്ചായിരിക്കും. ഇത്തിരി വഴുകിപ്പോയി. ഞങ്ങൾ കുറച്ച് അതൊക്കെയാണ് ഡ്രൈവ് ചെയ്ത് വന്നത്. വെള്ളം അധികമില്ല കേട്ടോ, എന്നാൽ ആ ഒഴുക്കിനും ഒരു ഭംഗിയുണ്ട്. ഇതാണ് സഹിക്കാൻ പറ്റാത്ത വേസ്റ്റ്. എന്തിനാണ് ഈ ആൾക്കാർ ഇങ്ങനെ കാണിക്കുന്നത്? ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ അഥവാ നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ തന്നെ ഇത് നിങ്ങൾ പൊതിഞ്ഞ് നിങ്ങൾ നല്ല സ്ഥലത്ത് അത് ഇടേണ്ട സ്ഥലത്ത് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ട് അവിടെ ഡിസ്പോസ് ചെയ്തോളൂ. ഒരിക്കലും ഈ സാധനമൊന്നും കൊണ്ടുവരരുത്. നമ്മുടെ പ്രകൃതിയോട് നമ്മൾ ഒരിക്കലും ആ പോക്കൃതം കാണിക്കരുത്. ഇനിയും നമ്മളും നമ്മുടെ അടുത്ത പരമ്പരയൊക്കെ വന്ന് കാണാനുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ വന്നിട്ട് ഇതൊക്കെ ചെയ്തില്ല, എന്ത് മോശമല്ലേ?
കുളിക്കാൻ പറ്റില്ല എന്നുള്ള ബുദ്ധിമുട്ട് അവൻ മോൻ കഴിയുങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. ഈ വെള്ളം കാണുമ്പോൾ പ്രകൃതി അങ്ങനെ കുണുങ്ങി കുണുങ്ങി നീങ്ങണമെന്ന് തോന്നുന്നല്ലേ? ഇത് ഭംഗിയല്ലേ? ജസ്റ്റ് ഞങ്ങൾ കണ്ടു ഇവിടെ ഇറങ്ങാനും നിന്നില്ല, അതൊക്കെ നോക്കി പോണ സ്ഥലത്തേക്ക് എത്താനുള്ള ഇതുകൊണ്ട് ഇറങ്ങിയില്ല. അതാണ് നല്ല ബ്യൂട്ടിഫുൾ ഏരിയ കേട്ടോ. ഇതിൽ പോണവരിൽ ഇറങ്ങി പോകുന്നത് നന്നായിരിക്കും. നിങ്ങൾ കാണുന്നുണ്ടോ നല്ല വ്യൂ പോയിന്റ്? അവിടെ ഒരു പള്ളിയുണ്ട്, പക്ഷെ അത് ക്യാമറയിൽ കൂടി എനിക്ക് കാണാൻ പറ്റില്ല. മണ്ണിടിച്ചുണ്ടല്ലേ? വീഡിയോ എടുക്കുന്നിടയിൽ മക്കവും ഇടയ്ക്ക് കമന്റ് ഒക്കെ ഇട്ട് പൊളിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് രാജാക്കാട് എത്തി. ഇനി ഇവിടുന്ന് കുറച്ചുകൂടി പോയാലാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഡെസ്റ്റിനേഷനിൽ എത്തുള്ളൂ. രാജാക്കാട് നല്ലൊരു വലിയൊരു സിറ്റിയാണ് കേട്ടോ. ഞങ്ങളിവിടെ ഇറങ്ങി ചെറിയൊരു വെള്ളം വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഏതായാലും ഈ യാത്രയൊക്കെ വളരെ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ ഓരോ യാത്രയും നമുക്ക് ഓരോ പുതിയ പുതിയ അനുഭവങ്ങളാണ്. ഈ പൂപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം കേട്ട് ഞാൻ പോയിട്ടില്ല. മൂന്നാറിലൊക്കെ എല്ലാവരും ഇപ്പോൾ പോണത്. ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കിടക്കുമ്പോൾ നമ്മൾ ഇവിടെയൊക്കെ പോയേ പറ്റും. അപ്പോൾ നമ്മൾ രാജാക്കാട് നിൽക്കുവാണ്. ഇനി അടുത്ത് ഏതാണല്ലേ? പൂപ്പാറ ആണ് അടുത്ത സ്ഥലം. അപ്പോൾ നമുക്ക് കാണാം. പൂപ്പാറയിലുള്ള തൊണ്ടിമല എന്നാണ് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ കേട്ടോ. കട്ട വെയിറ്റിംഗ് ആണ്. വണ്ടി മുകളിലേക്ക് ഓഫ് റോഡ് വഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നത് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ കട്ട വെയിറ്റിങ്ങിലാണ്. ജീപ്പ് കാത്തിരിക്കുകയാണ് എല്ലാവരും. ഞങ്ങളെല്ലാവരും നോക്കാം. വീട്ടിൽ നിന്നെല്ലാം കൊണ്ടുവന്നാ മതിയായിരുന്നു. അയ്യോ റോട്ടിൽ കൊണ്ട് നിർത്താനാണ്. പിന്നെ ജീപ്പാറിനെത്തി. ഞങ്ങൾ പതുക്കെ ജീപ്പിനോട് അടുത്തോണ്ടിരിക്കുകയാണ്. ഓ, ഇതാണ് നമ്മൾ കയറേണ്ട വഴി. ചേട്ടൻ വരുന്ന ഷിജു. ഓക്കെ, സാരഥി ഷിജുവിന്റെ ഒപ്പം ഞങ്ങൾ യാത്ര ഇരിക്കുകയാണ്. കാണാം. ജീപ്പ് എങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് വലിഞ്ഞു കയറുവാണ്. പക്ഷേ ഞാൻ ഓർക്കുന്നു ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഉള്ള കുറേ ആൾക്കാർ, ഇവിടുത്തെ ആൾക്കാർ, ഗ്രാമപ്രദേശമുള്ള ആൾക്കാർ ഭയങ്കര സ്നേഹമുള്ളവരായിരിക്കും കേട്ടോ. ഭയങ്കര ആത്മാർത്ഥമുള്ള ആൾക്കാരായിരിക്കും. എനിക്ക് തോന്നിയൊരു അനുഭവം ഉണ്ടോ. വണ്ടിയുടെ കുലുക്കം കൊണ്ട് തന്നെ വണ്ടിയിൽ എല്ലാവരും ഒച്ചപ്പാടും വേളമൊക്കെ എടുത്ത രസകരമാക്കുമായിരുന്നു. കേൾക്കുന്നുണ്ടല്ലോ നിങ്ങളല്ലേ? എങ്ങനെയുണ്ട് മക്കളെ? ഈ ചാട്ടം കണ്ടാൽ പഴയ ഒരു കുളക്കുമലയിലെ ട്രക്കിങ് സുഹൃത്തുക്കൾ ഓർത്തു. വണ്ടി അങ്ങനെ നല്ല ചാട്ടം കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡാണ്. ദൂരെ ആ സൺസെറ്റ് കാണുന്നുണ്ട്. നമ്മൾ കിടക്കുന്ന ഡെസ്റ്റിനേഷൻ എത്തിയെന്ന് തോന്നുന്നു. ഞാനിടയ്ക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിക്കയറി റോഡൊക്കെ എടുക്കാൻ നോക്കിയിട്ടോ. ദൂരെ നിന്ന് ആ ജീപ്പ് കൊണ്ടൊക്കെ എടുക്കാൻ വേണ്ടി ഇടയ്ക്ക് ഓടിയൊക്കെ കയറി എടുക്കുന്നുണ്ട് കേട്ടോ. പോട്ടെ പോട്ടെ. വണ്ടി പിന്നെയും ഒരു വളവിൽ വന്നപ്പോൾ അങ്ങോട്ട് ഹനുമാൻഗിരിട്ട് കയറുവാണ്. ഈ ജീപ്പ് മഹീന്ദ്ര വണ്ടിയൊക്കെ ഇല്ലെങ്കിൽ എന്തായിരിക്കും അല്ലേ? അത്യാവശ്യം നല്ല ഓഫ് റോഡ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇത് റോട്ടിൽ. സൈഡ് നല്ല വ്യൂ. അപ്പോൾ വ്യൂ എടുക്കലും ഈ വണ്ടിയിൽ എടുക്കലും ഒരുമിച്ചല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ വ്യൂ കുറേ നഷ്ടപ്പെട്ടു കേട്ടോ എടുക്കൽ. അങ്ങനെ നമ്മുടെ വണ്ടി ആ വൈൽഡ് മിസ്റ്റിലേക്ക് എത്തി തുടങ്ങി. ആഹാ, ലോങ് വ്യൂവിന് അടിപൊളി. സൺസെറ്റും അവരുടെ കൂടാരവും ഞങ്ങളുടെ മനസ്സ് ഒന്നുകൂടി തളിർത്തു. ഫ്രണ്ടിൽ തന്നെ നിമോഷ് ഞങ്ങളെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. എല്ലാവരും ചാടി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. നല്ല ഒരു സമയം കേട്ടോ. സൺസെറ്റ് നല്ല സമയത്ത് ഞങ്ങൾ എത്തിയത്. ഇത്തിരി വഴിയാണെങ്കിലും
അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഈ ക്യാമ്പിന് ഫുൾ പറയില്ല, അങ്ങനെയാണ് ഒരുപാട് വീഡിയോ നീളേണ്ടി വരും. അതിനാൽ അടുത്തൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾ എന്നെ സഹിക്കുമെന്ന് കരുതുന്നു. ഓക്കെ.